പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രമുഖരിലൊരാളാണ് ഇന്ന് ഈ സെഷനിൽ എനിക്കൊപ്പം ഉള്ള ശ്രീ കെ.സി. വേണുഗോപാൽ. ഈ വിഷയം പെട്ടെന്ന് കേൾക്കുമ്പോൾ കൗതുകവും അല്പം സങ്കീർണവുമാണ്. അധികാരത്തിനപ്പുറമുള്ള രാഷ്ട്രീയം, അതാണ് ടാഗ് ലൈൻ. വിഷയത്തിൻ്റെ പ്രസക്തിയും ഇന്നത്തെ നമ്മുടെ അതിഥിയുടെ പ്രസക്തിയും രണ്ട് വാചകങ്ങൾ പറയാം. ഈ രാജ്യം യുവതയുടെ രാജ്യമാണ്. 65% പേരും 35 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. കുറേ കൂടി കൃത്യമായി പറഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്ന 9 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരുടെ എണ്ണം 20% വരുമെന്നാണ്. പക്ഷെ 2024 വോട്ടവകാശത്തിന് അർഹരായിരുന്നിട്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത 18 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം 40% മാത്രമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ വോട്ടവകാശത്തിന് അർഹതയുണ്ടായിട്ടും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതോ അറിയാത്തതോ ശ്രമിക്കാത്തതോ ആയ യുവാക്കളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുമ്പോഴാണ് ഈ ഫ്യൂച്ചർ സമ്മിറ്റിൽ യൂത്തിന് നല്ല റെപ്രസെൻറ്റേഷനുള്ള ഈ വേദിയിൽ രാഷ്ട്രീയം അധികാരത്തിനപ്പുറം എന്ത് എന്ന സംവാദത്തിലേക്ക് കടക്കുന്നത്. പയ്യന്നൂർ കോളേജിൽ എതിരാളികൾക്ക് മുകളിൽ സ്മാഷ് അടിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടങ്ങി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്ന് സംസ്ഥാനത്ത് MLA-യും MP-യും സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധി നേരിട്ട കാലത്ത് അതിൻ്റെ സംഘടനാ ചുമതല വഹിച്ച് സമീപകാല ഇന്ത്യൻ കോൺഗ്രസ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കെ കരുണാകരൻ കഴിഞ്ഞാൽ സംഘടനയ്ക്കുള്ളിൽ ഇടപെട്ട ഏറ്റവും ശക്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഇന്ന് ശ്രീ കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിന് രാജ്യത്തുടനീളം കോൺഗ്രസ് അടങ്ങുന്ന മുന്നണിയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. കേരളത്തിൽ ഒരു വാർഡിലൊരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കുകയും വേണം. അങ്ങനെ വളരെ വ്യത്യസ്തമായ റോളുകൾ വഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതൊരു മോണോലോഗല്ല, ഡയലോഗാണ്. ആകണം എന്ന് ഞാൻ സദസ്സിനോട് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. സാധാരണ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കെ.സിയെ കിട്ടിയാൽ വാർത്തയുണ്ടാക്കാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാനാണ് പെട്ടെന്ന് മനസ്സ് വെമ്പുന്നത്. ഇന്ന് പക്ഷേ അദ്ദേഹത്തെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ വിഷയത്തിൻ്റെ പ്രസക്തി തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം. കേരളത്തിൽ UDF-നെയും രാജ്യത്ത് UP-യെയും അധികാരത്തിൽ കൊണ്ടുവരാൻ അക്ഷീണം പ്രയത്നിക്കുന്ന അങ്ങേക്ക് അധികാരമില്ലാത്ത രാഷ്ട്രീയം എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് എന്താണ് കാഴ്ചപ്പാട്? അധികാരമില്ലാത്ത രാഷ്ട്രീയം ഏറ്റവും പ്രസക്തമാവുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ചോദ്യം തന്നെ ഉയരുന്നത്. രാഷ്ട്രീയത്തിൽ അധികാരമുണ്ടാവുക എന്ന് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലിപ്പം ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ്. വോട്ടവകാശമുള്ള പൗരന്മാർ വോട്ട് ചെയ്ത് ഭൂരിപക്ഷത്തിലൂടെ വിജയിപ്പിക്കുന്നവരാണ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. പക്ഷെ വർത്തമാനകാല ഇന്ത്യയിൽ നമുക്കറിയാം, തുറന്നു പറഞ്ഞാൽ വോട്ടവകാശം തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. പൗരന്മാർക്ക് വോട്ടവകാശം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഒരു ഭാഗത്ത്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറത്ത് ഒരു പരിധിവരെ ഒരു വ്യവസ്ഥക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം കേവലം ഫോർ എക്സാമ്പിൾ കോൺഗ്രസും BJP-യും തമ്മിലുള്ള പോരാട്ടമല്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയും NDA-യും തമ്മിലുള്ളൊരു പോരാട്ടമല്ല, മറിച്ച് ഏജൻസികൾ CBI, ED, ഇൻകം ടാക്സ്, എന്തിനേറെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ പോലും ഇതുപോലെ ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇവിടെ അധികാരമില്ലാത്തവരുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ് കൃത്യമായി പറഞ്ഞാൽ. പക്ഷെ നീന്താതിരിക്കാൻ പറ്റില്ല. രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം ഉയർത്താനും സംഘടിത ശക്തിയില്ലാത്തവൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും നാട്ടിൽ വ്യവസ്ഥ ഉണ്ടായേ പറ്റുള്ളൂ. ജനാധിപത്യത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയും, UPA ഗവൺമെൻറ് കാലത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടവരാണ് ഞങ്ങൾ. പക്ഷേ UPA ഗവൺമെൻറ് കാലത്ത് ലോകം അംഗീകരിക്കുന്ന ഏറ്റവും റിമാർക്കബിളായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയവരുമാണ് ഞങ്ങൾ. പക്ഷെ വോട്ട് ചെയ്യുന്ന ജനത്തിന് തിരിച്ച് ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി, വോട്ട് ചെയ്യുന്ന ജനത്തിന് ചില അവകാശങ്ങൾ കൊടുക്കുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്,
തൊഴിൽ ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നാടൻ വില്ലേജ് ഓഫീസിൽ നടക്കുന്ന ഫയൽ മൂവ്മെൻറ്റിനെ കുറിച്ച് ഒരു സാധാരണക്കാരൻ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥമാകുന്ന ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കുക. അന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് സംവാദങ്ങളുണ്ടായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ കുഴി കുഴിക്കുകയാണോ? പക്ഷെ അവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺവിക്ഷൻ്റെ ഭാഗമായി, ഡിസിഷൻ്റെ ഭാഗമായിട്ട് റൈറ്റ്. ഇപ്പം ഏറ്റവും ഒടുവിലത്തെ എക്കണോമിക് റിവ്യൂ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ സർക്കാരിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അതായത് നമ്മളെ ഗവൺമെൻറ്റുകളെ ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് വിവരം കിട്ടുക എന്ന് പറയുന്നത് എന്തോ ഒരു പാതകമാണെന്നുള്ളത്. അപ്പം ഈ ഒരു കാലാവസ്ഥയിൽ 2024 അമെൻമെന്റിൽ ഒതുങ്ങുന്നില്ല എന്നുള്ള സൂചന. ഈ ഒരു കാലത്ത് താങ്കൾ സൂചിപ്പിച്ച പോലെ അധികാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി കൂടുകയാണ്, പോരാട്ടത്തിൻ്റെ അവസ്ഥ സങ്കീർണമാവുകയാണ്. പക്ഷേ എങ്കിലും ഈ പോരാട്ടം മുന്നോട്ട് പോയി വിട്ടു. നമുക്ക് ലോകത്തിൽ ഒരുപാട് മാതൃകകൾ നടന്ന് സമീപകാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടുള്ള ജനവികാരം ഉണ്ടാകും. പക്ഷേ അതിന് ചില ചാലകശക്തികൾ വേണം. ഞങ്ങളുടെ ജോലി, ഉത്തരവാദിത്വം അതാണ്, പ്രതിപക്ഷത്തിൻ്റെ ജോലി അതാണ്. ഇത് ജനങ്ങളുടെ യഥാർത്ഥ ഒരു ചിന്താഗതിയിലേക്കും വികാരത്തിലേക്കും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒരു ജനകീയ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത് ഇത്തരം പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക, ജനങ്ങളുടെ ശബ്ദമായിട്ട് പൂർണ്ണമായും മാറുക. ഇതൊരു കണക്കിൽ പറഞ്ഞാൽ നമുക്ക് നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടി തരുന്നുണ്ട്. കൂച്ചുവിലകുകളില്ലാത്ത പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അത് അതിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വളരെ ആശയപരമായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ വേദിയാക്കി, അധികാരത്തിനപ്പുറം ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ വേദിയാക്കി രാഷ്ട്രീയത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മളാരും. പക്ഷെ അപ്പോഴും ആത്യന്തികമായ ലക്ഷ്യം തങ്ങൾ പറയുന്ന ആശയങ്ങൾ ഭൂരിപക്ഷം ആളുകളും അംഗീകരിച്ച് അതിലൂടെ ജനങ്ങളെ ഭരിക്കാനോ ജനങ്ങൾക്ക് സേവനം കൊടുക്കാനോ ജനങ്ങളുടെ അധികാരം എടുക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് വിജയമാണ് ആത്യന്തിക ലക്ഷ്യം. ഇതിലൊരു പലപ്പോഴും സാധാരണ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ഞാൻ യുവാക്കളുടെ കാര്യം തുടക്കത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും ഒരു ഡിസ്ട്രസ്റ്റ് തോന്നുന്നതിൻ്റെ കാരണമായി പലപ്പോഴും ചിന്തിക്കുന്നത് രാഷ്ട്രീയമെന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവർ അധികാരം നിലനിർത്താൻ എന്തും ചെയ്യുന്നു, പ്രതിപക്ഷത്തിരിക്കുന്നവർ ഏത് വിധേനയും അധികാരം നേടാൻ വേണ്ടി എന്തും ചെയ്യുന്നു. അങ്ങനെ അധികാരത്തിന് വേണ്ടി ഒരു കിടമത്സരം മാത്രം രാഷ്ട്രീയമാവുകയും രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർക്ക് മുഴുവൻ ഒരു പ്രൊഫഷൻ എന്ന് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ഉപജീവന മാർഗവും തൊഴിലും മാത്രമായി രാഷ്ട്രീയം ഒതുങ്ങുന്നു. ശരിയാണോ? പി ജി അതിന് കൃത്യമായ ക്രട്സാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയും നമ്മുടെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. ഇപ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ച പോലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് വരെ വരുന്നതിനകത്ത് 20% ഒരു ഗ്യാപ്പ്, വലിയ ഗ്യാപ്പ് ചെറുപ്പക്കാരുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനത് തിരിച്ചു വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാർക്ക് താല്പര്യമുണ്ടാകാൻ, പുതിയ തലമുറയ്ക്ക് താല്പര്യമുണ്ടാകാൻ, രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടാകാൻ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ കാലത്തെയും ആളുകളുടെ മനോഭാവം ഒരേ രീതിയിലായിരിക്കില്ല. ഞാൻ ഇപ്പം ചെറുപ്പമായിരുന്നപ്പോൾ, എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് ഒരു 10-40 കൊല്ലം മുമ്പുള്ള ചെറുപ്പമാണ്. ആ 40 കൊല്ലം മുമ്പുള്ള സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അന്നത്തെ യുവാവിൻ്റെ ചിന്താഗതി ആയിരിക്കില്ല ഇന്നത്തെ യുവാവിൻ്റെ ചിന്താഗതി. ഈ യുവാവിൻ്റെ ചിന്താഗതിക്കനുസരിച്ച് രാഷ്ട്രീയത്തെ കൂടി മാറ്റിയെടുക്കാൻ, ഭരണനിർവഹണ ജോലികൾ കൂടി മാറ്റിയെടുക്കാൻ ഉത്തരവാദിത്വം ആർക്കാണ്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്. ഞാനടക്കമുള്ള സ്വയം വിമർശനപരമായിട്ടുള്ള കാര്യം കൂടി വെച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ്. ഇവിടെ ലാക്ക് ചെയ്യുന്നത് അതാണ്. അവരുടെ മാനസിക വ്യാപാരം കൂടി മനസ്സിലാക്കിയിട്ട്, വാട്ട് ദേ ആർ തിങ്കിങ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ള പോളിസി ഡിസിഷൻസ്, പോളിസി മേക്കിംഗ്, പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്, ഇലക്ഷനറിങ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ താല്പര്യം കൂടി. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം അവരുടെ മനസ്സിൽ അത്ര നല്ലതല്ല എന്നുള്ളൊരു അവസ്ഥയും കൂടെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ തെറ്റിദ്ധാരണാജനകമായിരിക്കാം, അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം കൂടുതൽ കിട്ടാതിരിക്കും. ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് വർത്തമാനകാല ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നീക്കം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ആ അഭിപ്രായങ്ങൾ അറിയാനും കേൾക്കാനും ആളില്ല ഇവിടെ. ആ ആളില്ലാത്ത സാഹചര്യം വരുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളെ കൂടെ കേട്ട് നിങ്ങളുടെ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻവോൾവ് ചെയ്യും. അത് ഇന്ത്യ ലാക്ക് ചെയ്യുന്നുണ്ട്, കേരളം ലാക്ക് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ UP, ബീഹാർ, ഡൽഹി പോലെയുള്ള പ്രധാനപ്പെട്ട മേജർ സ്റ്റേറ്റുകളിലാണ് ഈ ചെറുപ്പക്കാരുടെ വോട്ട് വല്ലാതെ കുറഞ്ഞു പോകുന്നത്.
അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അവിടുത്തെ സോഷ്യൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. കാരണം അവർക്ക് തൊഴിലാണ് പ്രധാനം, വരുമാനമാണ് പ്രധാനം. അതേപോലെ തന്നെ കുറച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പലർക്കും രാഷ്ട്രീയത്തിലുള്ളൊരു വിശ്വാസം കുറയുന്ന അവരുടെ അജണ്ടകൾ, ഇപ്പോൾ നേരത്തെ കെ സി പറഞ്ഞ പോലെ അവരുടെ അജണ്ടകൾ ഈ മുന്നണികൾ മനസ്സിലാക്കുന്നുണ്ടോ, അതിനുവേണ്ടി നയങ്ങൾ രൂപീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ കുറച്ച് മുമ്പ് നടന്ന സെഷൻസിലെല്ലാം AI കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ നമ്മൾ ടെക്നോളജിയെക്കുറിച്ച് പറയുമ്പോൾ അതിനുവേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഒരു ഭരണകൂടം മുന്നോട്ട് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡാറ്റ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ഒരു തരത്തിൽ നാളെ ഉണ്ടായേക്കാവുന്ന ഒരു ഡിജിറ്റൽ കൊളോണിയലൈസേഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെറുപ്പക്കാർക്ക് വിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള അജണ്ട രൂപീകരിക്കുന്നതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഈ 65% 35 വയസ്സിൽ താഴെയുള്ള ഒരു ഗ്രൂപ്പ് ഒരു പ്രയോറിറ്റി ആകുന്നുണ്ടോ? അല്ല, ഇപ്പോഴാകുന്നില്ല. താങ്കൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞത് അതുതന്നെയാണ്. ഇപ്പം സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ വളർച്ച, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും അതുപോലെ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ നാട്ടിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്ത തലമുറയിലാണ് നമ്മളൊക്കെ ജനിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഗുണവശങ്ങളായാലും അല്പസ്വല്പം ദോഷവശങ്ങളായാലും ഒക്കെ തന്നെ അനുഭവിക്കുന്ന ഒരു തലമുറയുടെ മുന്നിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഇതിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാവുന്ന കാര്യമല്ല. ഇതിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനുണ്ടാകണം. എങ്ങനെ ഈ തലമുറയെ ഇതുമായി ബന്ധപ്പെടുത്തിയെടുത്തുകൊണ്ട് അവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കൂടി. ഇപ്പോൾ AI വന്നപ്പോൾ ആദ്യത്തെ എല്ലാവരുടെയും കാരണം എന്താണ്? കമ്പ്യൂട്ടർ പണ്ട് വന്നതുപോലെ ഇത് വീണ്ടും കുറേ തൊഴിൽ നഷ്ടത്തിലേക്ക് സംഭവിപ്പിക്കുന്നതായിരുന്നു ചിന്താഗതി. നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളായിട്ട് AI മാറ്റുമ്പോഴാണ് നമുക്ക് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു ലൈഫ് നയിക്കാൻ പറ്റുക. അതിലേക്ക് അത്തരം ഒരു ക്വാളിറ്റേറ്റീവ് ലൈഫിലേക്ക് നയിക്കാൻ ഒരു ചെറുപ്പക്കാരനോട് നമ്മൾ ഓഫർ കൊടുത്താൽ ആരാണ് സ്വീകരിക്കാതിരിക്കുക? അത് കൊടുക്കേണ്ടത് ആരാ? വി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഉത്തരവാദിത്വം. പൊളിറ്റിക്കൽ പാർട്ടികളും അതിനകത്തുണ്ടാണ്. അപ്പോൾ ഇത് മറ്റ് ലോകങ്ങളിലെ രാജ്യങ്ങൾ നടക്കുന്ന ഇത്തരം കാര്യങ്ങളുടെ ഇമ്മീഡിയറ്റ് അപ്ഡേറ്റിങ് നമ്മുടെ രാജ്യം നടക്കുന്ന എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. നമ്മളിപ്പം ഈ സാങ്കേതിക വിദ്യ ഇപ്പം നമുക്ക് തന്നെ അറിയാം. സത്യത്തിൽ ബാംഗ്ലൂരും ഹൈദരാബാദും ഹബ്ബാവുന്നതിന് മുമ്പേ IT ഹബ്ബാവേണ്ട നാട് കേരളമായിരുന്നില്ലേ? തുടക്കമിട്ടത് നമ്മളാണ്. ആയിരുന്നില്ലേ? പക്ഷെ നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ചിന്തിക്കുന്നത്. ഇന്ത്യയും അതെ, ഇന്ത്യയിലും പ്രത്യേകിച്ച് എടുത്ത് നോക്കിയാൽ നമ്മൾ കേരളവും അതെ. അപ്പോൾ ഇതിൽ എവിടെയോ ചില പോളിസി പാരാലിസിസ് ഉണ്ട്, എവിടെയോ ചില ഡിസിഷൻ സ്റ്റാഗ്നേഷനുണ്ട്. ഇത് രണ്ടും നിർത്താതെ നമുക്ക് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയില്ല. അതിനുള്ള വിൽ പവറാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് വർത്തമാനകാല സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ഡയറക്റ്റായിട്ട് വന്നപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് ഇവിടുത്തെ യൂത്തിൻ്റെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഭരണകക്ഷി ഭരണമുന്നണി ഓഡിറ്റ് ചെയ്യുന്നത് പോലെയോ അതിനപ്പുറമോ പ്രതിപക്ഷം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന 11 വർഷങ്ങളാണ് നമ്മൾ കണ്ടത്. പലപ്പോഴും രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകൾ ഭരണകർത്താവിനെയും ഭരണകൂടത്തെയും വിമർശിക്കുന്നതിൻ്റെ പരിധി വിട്ട് രാജ്യത്തെയും രാജ്യ താല്പര്യത്തെയും വിമർശിക്കുന്നു എന്നുള്ളൊരു ടാബുവിലോ അല്ലെങ്കിൽ ഒരു ടാഗിലോ പല പ്രശ്നങ്ങളുടെയും ഗൗരവം ചോർന്നു പോകുന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഭരണകൂടത്തെ വിമർശിക്കാം, ഭരണകർത്താക്കളെ വിമർശിക്കാം, പക്ഷേ അത് രാജ്യവിരുദ്ധമാണെന്നുള്ള ഒരു നറേറ്റീവിനെ അതിജീവിക്കുന്ന ഒരു ചലഞ്ചായി തോന്നിയിട്ടുണ്ടോ? അത് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടോ? താങ്കളുടെ ചോദ്യം രസകരമായ ചോദ്യമാണ്. ഇന്നലെ പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന് പറയുന്ന താങ്കളുടെ ചാനലിൻ്റെ തന്നെ പരിപാടിയിൽ 16 കുട്ടികൾ, കേരളത്തിൽ പഠിക്കുന്നവരല്ല, വിദേശത്ത് പഠിക്കുന്നവരും ആയിട്ടുള്ള, ഇന്ന് ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിലൂടെയാണ് അത് കണ്ടത്, ആ കുട്ടികളുടെ സംസാരം. അപ്പോൾ അവരുമായിട്ട് സംവാദത്തിൽ ഒരു നേതാവ് എങ്ങനെയാണ് ആ സംവാദത്തിൽ പങ്കെടുത്തത് എന്ന് വളരെ അഭിമാനപൂർവ്വം അവരുടെ ആ മൊത്തം ഈവൻറ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതായിരുന്നു. സത്യത്തിൽ ഈ നെറേറ്റീവാണ് യഥാർത്ഥ നെറേറ്റീവ്. പക്ഷെ ഇവിടെ കൃത്രിമമായി ഉണ്ടാക്കുന്ന വേറൊരു നെറേറ്റീവ് ഉണ്ട്. സത്യം വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹിയാവും എന്നുള്ളൊരു നെറേറ്റീവ്. ഇത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇത് രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ വേദിയാവുന്നില്ല താങ്കൾ പറഞ്ഞെങ്കിലും ഞാനിത് പറഞ്ഞു, ഇത് രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റില്ല. ഇത് സംഘ് പരിവാർ ഡിസൈൻ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ലീഡറിനെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ക്ലിയർ ഡിസൈൻ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ആ കുട്ടികളോടൊന്ന് സംസാരിച്ച് നോക്കൂ, താങ്കൾക്ക് മനസ്സിലാവുമല്ലോ. അവർ പല വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിലാണ് രാഹുൽ ഗാന്ധിക്കൊന്ന് റെഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്?
ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങുന്ന കാറിൻ്റെ കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉത്തരം കിട്ടും. ഇന്ത്യയിലെ ഫിലോസഫേഴ്സിൻ്റെ കാര്യം ഒരു നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും കാര്യം എടുത്തു നോക്കിയാൽ ഹി വിൽ ഹാവ് ആൻ ആൻസർ. വിമാനത്തിൻ്റെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അശോക് ചവാൻ്റെ വാഹനം വിമാനം അപകടത്തിൽപ്പെട്ടു. അജിത് പവാറിൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങൾ ചോദിച്ചു, പുള്ളിക്ക് പൈലറ്റൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇതെന്താ സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞു അത് വിസിബിലിറ്റി പ്രോബ്ലമാണ്, കൃത്യമായിട്ടും ഈ DGCയുടെ വിവരം വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും എല്ലാവരും എല്ലാം വിവരമുള്ളവരായിരിക്കില്ല. പഠിക്കാൻ മെനക്കെട്ട് ആ പഠനം കൃത്യമായിട്ടുള്ള ഒരാളെ പുറത്ത് പ്രചരിപ്പിക്കുന്ന ഇമേജ് എന്താ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ വരുന്ന കമൻറ്റുകളൊന്നും എടുത്ത് നോക്കണം. രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കിയിട്ടാണോ? ഈ കമൻ്റ് എഴുതുന്ന എല്ലാവരെയും ഞാൻ വിനീതമായിട്ട് വെല്ലുവിളിക്കാം. ഹാവ് എ കൺവെർസേഷൻ വിത്ത് ഹിം ഫോർ 10 minutes 15 minutes. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചാൽ 12 വർഷമായും താങ്കൾ പറഞ്ഞു താങ്കൾ എത്രയോ സീനിയറായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനാണ്. ഒരു തവണ മാധ്യമപ്രവർത്തകരെ ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ടോ? അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്ന് കൊടുത്തിട്ടുണ്ടോ? ഞാൻ മൻ കി ബാത്ത് അല്ലാതെ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്ന് കൊടുത്തിട്ടുണ്ടോ? ഇദ്ദേഹം ആയിരക്കണക്കിന് ആളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിക്കാനുള്ളൊരു സെഷനായിട്ട് ഇത് മാറ്റാനല്ല. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ നേതാവിനെ യെസ് ഹി വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്. വിവരാവകാശത്തിൻ്റെ അവകാശം പോലും ഇല്ലാതാക്കുന്ന ഒരു ഭരണകൂടത്തിൽ ചോദ്യം ചോദിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ വാട്ട് യു മീൻ ബൈ ഡെമോക്രസി? ചോദ്യം തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ തെറ്റായ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. സംഗ്രൂറിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തെറ്റായിരുന്നോ ചോദ്യം? കഴിഞ്ഞ പാർലമെൻറ്റിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഈ പാർലമെൻറ്റല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയിട്ട് ആദ്യത്തെ പ്രസംഗം. നമ്മുടെ ഫോറിൻ പോളിസിയിൽ കാര്യമായ തെറ്റുണ്ട്. നമ്മൾ അപകടത്തിലേക്കാണ് ചാടുന്നത്. നമ്മുടെ 2 അയൽക്കാരെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ഫോറിൻ പോളിസി ഒരിക്കലും നമ്മൾ സ്വീകരിക്കാറില്ല. ഇന്ത്യയെയും ചൈനയെയും, ഇവിടെ ഫോറിൻ പോളിസിക്കാർ എന്നവരിയ്ക്കുന്നുണ്ട്, ഇന്ത്യയെയും ചൈനയെയും ഒരുപോലെ ശത്രുപക്ഷത്ത് നിർത്തുകയോ അല്ലെങ്കിൽ തീവ്ര ശത്രുക്കളായിരിക്കാം, പക്ഷേ അവർ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത്. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഈ വാചകമാണ് ഉദ്ദേശിച്ചത്. അന്ന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് ഇന്ത്യ പറഞ്ഞ പോലെ. ചൈനീസ് ചാരൻ ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. ഞങ്ങൾക്കതിൽ ആക്ഷേപം വന്നു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചൈനയിൽ നിന്ന് പണം വാങ്ങിച്ചു. അടുത്ത ദിവസം നമ്മൾ ഈ അടുത്ത 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ട വാർത്ത എന്തായിരുന്നു? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നിട്ട് അവർ BJP ഹെഡ് ക്വാർട്ടേഴ്സിൽ മാത്രമല്ല പോയത്, RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലും പോയി ഡിസ്കഷൻ നടത്തി. അപ്പോൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പൈസ വാങ്ങിച്ചാൽ അത് തെറ്റ്, അത് ചൈനീസ് ചാരപ്രവർത്തനം. RSS ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ വിളിച്ചാൽ അത് മഹത്വം. ആ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം, അമേരിക്ക നടത്തിയ ചില പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഇമ്മീഡിയറ്റായി നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിലേക്കാണ് പോയത്. അപ്പോൾ ഒരു 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യം, വിദേശ നയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം തെറ്റായിരുന്നു എന്ന് പറഞ്ഞ നിങ്ങളോട് അത് ശരിയായിരുന്നു എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ സമ്മതിപ്പിച്ച് ആക്ഷൻ എടുപ്പിക്കാൻ കഴിഞ്ഞൊരു കാലമാണ് ഈ കാലം. ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഏത് പ്രതിപക്ഷ നേതാവ് ഉച്ചത്തിൽ പറഞ്ഞാലും ഒന്നുകിൽ നിങ്ങൾക്ക് ജയിൽ, അല്ലെങ്കിൽ EDയുടെ ഉപദ്രവം, അല്ലെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്നവനെ വിഡ്ഢിയാണെന്ന് പറയാതെ യാതൊരു രക്ഷയില്ല. ഈ പ്രവർത്തിക്കുന്നവർ മഹാനാണെന്ന് പറയാൻ ഇവരുടെ ഡിസൈൻ അനുവദിക്കില്ല. അത്തരം വ്യാജ പ്രചരണങ്ങളുടെ കെട്ടിലാണ്, അതിനെ അതിജീവിച്ചിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ കാലം നിലനിൽക്കില്ല. PG ഇത് ക്രമേണ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജെൻസി തലമുറയ്ക്കൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം ഹൂ ഈസ് റൈറ്റ്, ഹൂ ഈസ് റോങ്, ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും, കുറച്ച് നാൾ.
അതിലേക്ക് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ 2014 മുതൽ തന്നെ ഈ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. ഒരുപക്ഷെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തും എല്ലാ വേദികളിലും രാജ്യം അപകടത്തിലാണെന്ന് പറയുന്നു. 2014-ലും 2019-ലും പരാജയം ദയനീയമായിരുന്നു. പക്ഷേ 2024 എത്തിയപ്പോഴത്തേക്കും സംഖ്യ 3 അംഗത്തിലേക്ക് തൊട്ടു. എന്തുകൊണ്ടാണ് ഒരു 65% യുവ ജനത വോട്ടവകാശമുള്ളവർ അടക്കം ജീവിക്കുന്ന ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാത്തത്? അല്ല, ആ ചോദ്യം ഞങ്ങളും വളരെ സജീവമായിട്ട് ചിന്തയ്ക്ക് വിധേയമാക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് വിജയം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. താങ്കളിപ്പം ചോദിക്കുന്ന ചോദ്യം അതുകൂടി ഒരു താങ്കൾ അങ്ങനെ ഉയരുന്നു എന്നല്ല അർത്ഥം. പക്ഷേ ഈ ചോദ്യം ഇന്ത്യയിൽ ഒട്ടാകെ ഉയരുന്നുണ്ട്. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞു ഞങ്ങൾ ഭരണപക്ഷത്തെ ചോദ്യങ്ങൾക്ക് വിധേയരാകുന്നതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം വിധേയമാകും. പക്ഷേ ഇവിടെ ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനം ഒരു ചോദ്യം ചെയ്യലിനും വിധേയമാകുന്നില്ല ഇന്ത്യ രാജ്യത്ത്. ഞാൻ വെർണാക്കുലർ മാധ്യമങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ഇതിൽ വലിയ റോളുണ്ട്. വെർണാക്കുലർ മാധ്യമങ്ങളെക്കുറിച്ചല്ലേ അല്ല പറയുന്നത്. ദേശീയ മുഖ്യധാര മാധ്യമങ്ങളുടെ അടുത്ത 10 ദിവസത്തെ വൈകുന്നേരത്തെ ചർച്ചകൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ചർച്ച എടുത്ത് നോക്കിയാൽ, അവരുടെ അജണ്ട എടുത്ത് നോക്കിയാൽ, സർക്കാരിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്പർ 1 കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതന്നെ ഇപ്പോൾ സത്യത്തിൽ ഇന്ത്യയിലെ പൗരനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഏറ്റവും വലിയ അവകാശമല്ലേ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഏത് ദേശീയ മാധ്യമം ചർച്ച ചെയ്തു? അത് ആര് ചർച്ച ചെയ്തു? മൻരേഗ സത്യത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയല്ലേ. അതിനെ വീക്കൺ ചെയ്യാനുള്ളൊരു നീക്കം ഉണ്ടായപ്പോൾ ഏത് മാധ്യമം ചർച്ച ചെയ്തു? അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ ഞാൻ നേരത്തെ തുടങ്ങി വെച്ചതാണ്. എതിർക്കുന്നവനെ നേരിടാൻ ED, CBI, IT ഒരു ഭാഗത്ത്, എതിർക്കുന്നവരുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ ബദ്ധശ്രദ്ധ പുലർത്തുന്ന മാധ്യമങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഈ എതിർപ്പുകളെയെല്ലാം എങ്ങനെയെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരണങ്ങളിലൂടെയും കൊണ്ടുവന്നാൽ അതിനെ വോട്ടാക്കി മാറ്റുന്ന മെഷീനറി കംപ്ലീറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന, ഇലക്ഷൻ കമ്മീഷൻ കോംപ്രമൈസ് ചെയ്യുന്ന സാഹചര്യം മറ്റൊരു ഭാഗത്ത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ? ആരും പറയുന്നില്ലല്ലോ, ഒരാളും പറയുന്നില്ല. ഇതുപോലുള്ള സാഹചര്യം, അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മളെല്ലാം പറയുന്നുണ്ട്. അതിനേക്കാൾ എത്ര ഭീകരമായിട്ടുള്ള കാര്യമാണിത്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം, എന്നിട്ടും ഞങ്ങൾ ഇലക്ഷന് മുമ്പ് എന്തായിരുന്നു PG? ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 250 കോടി പോലും മരവിപ്പിച്ചിട്ടില്ലേ ഞങ്ങൾ ഇലക്ഷന് പോകാൻ വിട്ടത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ട് പോലും മരവിപ്പിക്കുന്ന ഡെമോക്രസി ഏത് ഡെമോക്രസിയാണ്? അതൊരു പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടിയുടെ. ഞങ്ങൾ ഒരു സീറ്റും ജയിക്കില്ല എന്നുള്ള കണ്ടത്തിലായിരുന്നു. താങ്കളുടെ അടക്കം ചാനൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കോൺഗ്രസ് വാഷ് ഔട്ട് ചെയ്യുന്നായിരുന്നു, 40 സീറ്റിൽ താഴെ പോകുന്നായിരുന്നു കണ്ടെത്തലുകൾ. ഞങ്ങൾ 100 സീറ്റിലധികം ജയിച്ചില്ലേ? ഞങ്ങൾ 60ഓളം സീറ്റുകളിൽ തോറ്റത് 15,000 വോട്ടുകൾക്ക് താഴെയല്ലേ? ഞങ്ങൾക്കിപ്പോഴും BJPക്ക് 27% ഞങ്ങൾക്ക് 20% വോട്ടിൻ്റെ ഷെയറില്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ടും നിലനിർത്താൻ വേണ്ടി ഈ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം പോരാട്ടം നടത്തുന്ന, സത്യത്തിൽ എന്താണ് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ജോലി? ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളെ തുറന്നു കാണിക്കുകയും ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ തുറന്നു കാണിക്കുന്ന ഓപ്പോസിഷനെ സ്ട്രെങ്തൻ ചെയ്യും. ഇതാണ് ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ടേ പഠിക്കുന്നൊരു ജോലി. പക്ഷേ ഇന്ന് ആ ജോലി ദേശീയ മാധ്യമങ്ങൾ എവിടെ നിർവഹിക്കുന്നുണ്ട്? എവിടെയും നിർവഹിക്കുന്നില്ല. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തുറന്നെഴുതിയ മാധ്യമ പ്രവർത്തകരുടെ ഗതി നമുക്കെല്ലാവർക്കും അറിയാം. കുറേ ആൾ ജയിലിലായിപ്പോയി, കുറേ ആൾക്ക് ഇടായി, കുറേ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ ബാക്കിയുണ്ടായോ? അതിൻ്റെ എല്ലാം മുതലാളിത്തം, പിന്നെ അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് മാറിപ്പോയില്ലേ? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് ഇത് ചോദിക്കും, ഇതിങ്ങനെ പോയാൽ അത് സംതൃപ്തരല്ല. ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരും. ഈ മാറ്റം ഇന്ത്യ ആഗ്രഹിക്കുന്ന മാറ്റമാണ്. ആ മാറ്റത്തിലേക്ക് അധികം വൈകാതെ ഇന്ത്യ നടന്നെടുക്കും. ആ പ്രതീക്ഷയോടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ അഗ്രസീവായിട്ടുള്ള പോരാട്ടം തുടരുക. അവിടെ കളിയാക്കലുണ്ടാകും, അപഹസിക്കലുണ്ടാകും, മോശക്കാരെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കും, നിങ്ങളൊന്നിനും കൊള്ളാത്തവരാണെന്ന് പറയും. ഈ പറയുന്നത് പോലെ പ്രതിപക്ഷം തോറ്റുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷമല്ലേ എന്ന് ഞങ്ങൾ അപഹസിക്കുന്നവരുണ്ടാവും. അതാണ് മോഡിയുടെ ഡിസൈൻ. നിങ്ങളെ ജയിക്കാൻ കൊള്ളുന്നവരല്ല, നിങ്ങൾ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് മാധ്യമങ്ങൾ ഞങ്ങളെ വിചാരണ ചെയ്യും. ഭരണപക്ഷത്തെ വിചാരണ ചെയ്യുന്ന ഒരു വേള പോലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, പ്രാദേശിക ചാനലല്ല, പ്രതിപക്ഷത്തെ മാത്രം വിചാരണ ചെയ്യുന്ന ഒരു മാധ്യമ സംസ്കാരം ഏത് കാലത്തുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ?
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ 2G കാലഘട്ടം, അണ്ണാ ഹസാരെ സമരം നടത്തിയ കാലഘട്ടം. അതെ. എന്തായിരുന്നു ഇന്ത്യയിലെ സ്ഥിതി? മാധ്യമങ്ങൾ അന്ന് UPA അല്ലായിരുന്നു ഭരിക്കുന്നത്. ആ ഭരണത്തിനെതിരായിട്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നടത്തിയ ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനം, ഞങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടും തിരിച്ചു വരുമ്പം വിമാനത്തിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണ് കണ്ടത് പത്രക്കാർക്ക് അന്ന്. അപ്പം ഈ മാറ്റം, ഈ കാലഘട്ടത്തിന് വന്ന മാറ്റം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവതലമുറയെ തീർത്തും എടുക്കുന്നില്ല എന്ന് പറഞ്ഞത് പോലെ മാറ്റത്തിന് ഒരു മാറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഞങ്ങൾ അതിജീവിക്കും. നമുക്ക് 2 ക്വസ്റ്റ്യനോടെ കഴിഞ്ഞ് ഇൻട്രാക്ഷനിലേക്ക് ഞാൻ വരാം. ഇപ്പം താങ്കൾ പറഞ്ഞത് ജനാധിപത്യ അവകാശങ്ങളെ അംഗീകരിക്കാത്ത ഒരു ഭരണകൂടം നിലനിൽക്കുന്നു, അതിന് മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ വിധേയപ്പെടുന്നു, പ്രതിപക്ഷത്തിന് അത് കടന്നു കയറുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തുന്നു. ഞാൻ തുടക്കത്തിൽ നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭംഗിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു പ്രസിഡൻഷ്യൽ ഫോമിലേക്ക് മാറി പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് പൊളിറ്റിക്സിലേക്ക് മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അധികാരത്തിലിരിക്കുന്നവരെ കുറ്റം പറയുമ്പോൾ കോൺഗ്രസും അതേ വഴിക്ക് തന്നെ പോവുകയാണോ? ഞാൻ ചോദിച്ചത്, കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, പക്ഷേ എങ്ങനെയാണോ നരേന്ദ്രമോദി എന്നുള്ളൊരു ബ്രാൻഡിനെ BJP ഉയർത്തുന്നത്, അതുപോലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനെ ബ്രാൻഡായി തന്നെ ഉയർത്തി വീണ്ടും ഒരു പ്രസിഡൻഷ്യൽ ഫോം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഫോം ഓഫ് ഡെമോക്രസിയിലേക്ക് കോൺഗ്രസും ഇന്ത്യയിൽ മാറുകയാണ്. അങ്ങനെ ഒരിക്കലുമല്ല. അങ്ങനെ മാറാൻ പോയാൽ അവിടെ ഏറ്റവും കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിൻ്റെ പേഴ്സണാലിറ്റിയെ തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹം അത്തരം ഒരു ബ്രാൻഡിങ് ആഗ്രഹിക്കുന്ന ആളല്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്കും അങ്ങനെ ആകാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഒരു നേതാവ് ഉണ്ടാകും. ഏതൊരു മൂവ്മെൻറ്റിനും നേതാവ് ഉണ്ടാകണം. ക്രെഡിബിലിറ്റിയുള്ള, പ്രവർത്തകർക്ക് വിശ്വാസമുള്ള ഒരു നേതാവ് ഉണ്ടായേ പറ്റുള്ളൂ. അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ടും രാഹുൽ ഗാന്ധി മാത്രം തീരുമാനം എടുക്കുന്ന എന്ന് പറയുന്ന പുറത്തുള്ള ഈ പ്രചരണത്തിലും ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. എല്ലാ തീരുമാനങ്ങളും പുറത്തു വരുന്നത് എന്നിലൂടെയാണല്ലോ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും. എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്നുള്ളത് എനിക്കറിയാമല്ലോ കൃത്യമായിട്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടല്ല കോൺഗ്രസ്സിൽ കാര്യങ്ങൾ പലതും നടക്കുന്നത്. കോൺഗ്രസ് പ്രസിഡൻ്റുണ്ട്, പ്രസിഡൻ്റാണ് ഇത് സൈൻ ചെയ്യേണ്ട അതോറിറ്റി. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ ഡിസ്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതൊരു നേതാവ് എന്നതിൽ അധികം പാർട്ടിയുടെ നേതാവും കൂടിയാണ് പാർലമെൻറ്റ്. അല്ലാതെ പബ്ലിക് പെർസെപ്ഷൻ ചോദിച്ചതാണ്. സംഘടനയിൽ അതൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു പബ്ലിക് പെർസെപ്ഷൻ, ആ പബ്ലിക് പെർസെപ്ഷൻ തെറ്റായ കാര്യമാണെന്ന് പറയുന്നത്. ഞങ്ങൾ മൾട്ടിപ്പിളായിട്ടുള്ള ഓരോ സംസ്ഥാനത്തിലും ഇപ്പം ഞങ്ങൾ വ്യത്യാസം പറയാം. കർണാടകത്തിൽ കോൺഗ്രസ്, താങ്കൾ അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു കർണാടക ഇലക്ഷൻ. കർണാടകത്തിൽ കോൺഗ്രസ് ഇലക്ഷൻ ജയിച്ചു. അവിടെ മുഖ്യമന്ത്രി ആയത് ആരാണ്? കർണാടകത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായി കാണുന്ന, ജനം പ്രതീക്ഷിച്ചിരുന്ന സിദ്ധാരാമയ്യയാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു. അവിടെ മുഖ്യമന്ത്രി ആയത് ആരാണ്? എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന രേവന്ത് റെഡ്ഡിയാണ്. ഹിമാചലിൽ സുഖ്വീന്ദർ സുഖു, അവരുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നേതാവരെയാണ്. രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായി, താങ്കൾക്കറിയാമായിരുന്നു ഈ മുഖ്യമന്ത്രി വരുമെന്ന്. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ഉണ്ടായി, താങ്കൾക്കറിയാമായിരുന്നു ഈ മുഖ്യമന്ത്രി വരുമെന്ന്. ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി ഉണ്ടായി, താങ്കൾക്കറിയാമായിരുന്നു. താങ്കൾക്കെന്നല്ല, ആർക്കെങ്കിലും അറിയാമായിരുന്നു. ഞാനൊരു പാർട്ടിയുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അവരുടെ അവകാശമാണ്, അതിനെ ചോദ്യം ചെയ്യല്ല. പക്ഷെ ഞാൻ പറയുന്നത്, വ്യക്തി അധിഷ്ഠിതമായി കേന്ദ്രം തീരുമാനിക്കുന്നതനുസരിച്ച് ഇവിടെ തീരുമാനമെടുത്തത് കോൺഗ്രസ് ഹൈക്കമാൻഡായിരിക്കും. പക്ഷേ കർണാടകത്തിലെ തീരുമാനം, മുഖ്യമന്ത്രി തീരുമാനം, കർണാടകത്തിലെ ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും 100% തീരുമാനം തന്നെയായിരുന്നു. അതായത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കില്ല. ഇല്ല. അവരുടെ സംസ്ഥാനത്തെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ വികാരവും മനസ്സിലാക്കി. കേരളത്തിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അല്ല, ഞങ്ങൾക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ടല്ലോ. എല്ലാ സിസ്റ്റങ്ങളും അങ്ങനെയാണ് നടത്താറുള്ളത്. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആയിരുന്നു. മോഡി വേഴ്സസ്, നേരെ മറിച്ച് BJPയിലെ ഡിസിഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ എന്നോട് ചോദിക്കുന്ന പോലെ ഒരു BJP നേതാവിനോട് ചോദിക്കത്തില്ല. താങ്കൾ ചോദിക്കുമായിരിക്കും, പക്ഷേ അവരുടെ, ഇപ്പം ഞങ്ങളുടെ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ, അദ്ദേഹത്തിൻ്റെ ചരിത്രം താങ്കൾ മനസ്സിലാക്കിയിട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹം എത്ര ചെറുപ്പത്തിലെ എത്രയോ സഹനങ്ങളിലൂടെ വന്ന് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ ഭാഗമായി വന്ന് ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള ഒരു മോഡൽ, സത്യത്തിൽ റോൾ മോഡലാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ നമ്മുടെ നാട്ടിലെ ഡോക്ടർ ശശി തരൂർ മത്സരിച്ചു. ശശി തരൂർ മത്സരിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടാക്കില്ല. നേതൃത്വത്തോടും കൂടെ സംസാരിച്ചിട്ടാണ് ഞാൻ മത്സരിക്കാൻ പോകണമെന്ന്, യു ഗോ ഹെഡ്, ആ മത്സരം നടന്നത്.
ആ മത്സരിച്ച ആൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിലെ മെയിൻ പ്രവർത്തക സമിതിയിൽ അംഗമാക്കിയിട്ടാണ് ജയിച്ച പ്രസിഡന്റ് ആദ്യത്തെ ഒപ്പിട്ടത് അവിടെയാണ്. നേരെ മറിച്ച് ബി ജെ പിയിൽ ഈ കഴിഞ്ഞ 11-12 വർഷം എടുത്ത് നോക്കിയാൽ മോഡിക്കെതിരെ ഒരു ശബ്ദം ഉയർന്നിട്ടില്ല. ഇപ്പം അവരുടെ പ്രസിഡന്റ് ഇലക്ഷൻ്റെ പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 മാസം മുമ്പ് ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വെച്ചു. ആ വർക്കിംഗ് പ്രസിഡന്റ് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് പ്രസിഡൻ്റായി. ഞാൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസിനെ കൂടി പറയാൻ പറ്റില്ല. ഒരു ഇൻറ്റേർണൽ പാർട്ടി ആഫ്റ്റർ എന്നല്ല ഞാൻ അതിന്, പക്ഷേ രാജ്യം വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ ആ പ്രോസസ്സ്. 46കാരൻ എന്റെ ബോസാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി ഈ 46കാരനാണ് നാളെ മുതൽ എന്റെ ബോസ് എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതന്നെയാണ് ഞാൻ പറയുന്നത്. അത് വിലയിരുത്തുന്ന രാജ്യത്തെ ജനങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ്സിന് കൃത്യമായിട്ടും ഒരു ഡീസെൻട്രലൈസേഷൻ സിസ്റ്റമുണ്ട്, ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കുന്ന സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് യഥാർത്ഥമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി കൊണ്ടുകൊടുക്കുന്ന സിസ്റ്റമുണ്ട്. ഓക്കെ, ശ്രീ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ചാലഞ്ചസ് നേരിടാനുള്ള സ്ട്രാറ്റജി ഉണ്ട്, അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകളുണ്ട്, അദ്ദേഹത്തോട് ചോദ്യങ്ങളുണ്ട്. ഇൻട്രാക്ഷൻ ഉള്ള ഒരു സമയമാണ്. സദസ്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടെങ്കിൽ ശ്രീ കെ സി വേണുഗോപാലിനോട് പ്ലീസ്. ഹലോ സർ, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് ഞാൻ ശ്രീ കെ സി വേണുഗോപാൽ സാറിനോട് ചോദിക്കുകയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ജെൻസി കിഡ്സ് എന്ന് പറയുന്ന ഒരു സോ കോൾ ജനറേഷനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു നോബൽ സർവീസ് ആയിട്ട് അവർ കാണുന്നില്ല. ഇഫ് യു വോണ്ട് ടു ബിക്കം എ പൊളിറ്റീഷ്യൻ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യനോട് മുഖം തിരിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. മറിച്ച് നമ്മൾ മറ്റു കൺട്രികൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ US പോലുള്ള കൺട്രികളിലൊക്കെ എന്ത് പ്രൊഫഷനിലേക്ക് മാറണമെന്ന് ചോദിക്കുമ്പോൾ ഐ വോണ്ട് ടു ബിക്കം എ സെനറ്റർ എന്ന് വളരെ അഭിമാനപൂർവ്വം പറയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്, കുട്ടികൾ. ഈ കേരളത്തിൽ ക്യാമ്പസ് പൊളിറ്റിക്സ്, ഇപ്പോൾ സാറ് അങ്ങനെ ഒരു ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് വന്നതുകൊണ്ട് ചോദിക്കുവാണ്, ക്യാമ്പസ് പൊളിറ്റിക്സ് ബാൻ ചെയ്തത് അതിൻ്റെ സാറിൻ്റെ അതിനോടുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇപ്പോൾ JN യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ ക്യാമ്പസ് പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും നമ്മൾ അത്രയ്ക്കൊന്നും സംസാരിച്ച് കേൾക്കുന്നില്ല. സാറിൻ്റെ ഒരു വ്യൂ എന്താണ് ബാനിങ് ക്യാമ്പസ് പൊളിറ്റിക്സ്? ഇല്ല, തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ വളരെ വളരെ പ്രസക്തമാണ്. അത് PG തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലത്തെ ജെൻസി പോപ്പുലേഷന് പൊളിറ്റിക്സ് ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഫീൽഡായി തോന്നുന്നില്ല? എന്താണ് രാഷ്ട്രീയം? നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന മേഖലകളിൽ രാഷ്ട്രീയം എന്ന് പറയേണ്ടത്, രാഷ്ട്രീയം എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു, ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാനുള്ള ഒരു ടൂളായിട്ടാണ് രാഷ്ട്രീയം കാണേണ്ടത്. അത് സ്വന്തം പണം സമ്പാദനത്തിനുള്ള ഉപാധിയായിട്ടല്ല. നമ്മൾ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ കേൾക്കുന്നത് എന്നാണ് അലിഗേഷൻ, കൗണ്ടർ അലിഗേഷൻ, ആരോപണം, പ്രത്യാരോപണങ്ങൾ. അവർക്ക് സ്വീകരിക്കാൻ കഴിയത്തക്കവണ്ണമുള്ള മോഡലുകളിലേക്ക് രാഷ്ട്രീയം പോകാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് തോന്നുന്നത്. അപ്പോൾ എന്താ ആദ്യം വേണ്ടത്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ട്രാൻസ്പെറൻസി വേണം. ഈ വിവരാവകാശ നിയമത്തിൽ ഒരു കൂടി ഇല്ലാതാവുന്നതോടെ ഉള്ള ട്രാൻസ്പെറൻസി കൂടി ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നത്. ട്രാൻസ്പെറൻസി എങ്ങനെയാണ് ഒരു നേതാവിനുണ്ടാകുന്നത്? ഇപ്പം ഞാൻ MP ആണ്, എന്നെ ജയിപ്പിച്ച ജനങ്ങളുണ്ട് ആലപ്പുഴയിൽ. എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ പ്രവർത്തനത്തിൻ്റെ എൻ്റെ പാഷൻ എന്തായിരിക്കണം? അവിടുത്തെ ജനങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവരുടെ ഇടയിലെ പ്രയാസങ്ങളിൽ ഇടപെടാൻ എല്ലാം 100% ശരിയാക്കാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷെ അതിൽ ഇടപെട്ട് കൊടുക്കുക, അവിടെ ഒരു ചേഞ്ചിന് വേണ്ടി നിലനിൽക്കുക. ഇത് പറയുമ്പം നമ്മുടെ ഒരു ജോലിക്ക് നമുക്ക് പാഷൻ ഉണ്ടാവും, ഇത് അനുഭവിക്കുന്നവർക്കും അവർക്ക് അതിന് നേടും. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വന്നിരിക്കുന്ന ഈ മിസ് കണക്ഷനാണ് സർവീസ് ടു ദ പീപ്പിൾ, സിൻസിയർലി സർവീസ് ടു ദ പീപ്പിൾ എന്ന ആ മിസ് കണക്ഷനാണ് ഈ ജെൻസി പോപ്പുലേഷനും എവിടെയോ പറഞ്ഞത്. ഇതിനുള്ള ഉത്തരം താങ്കൾ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു. ഇതിൻ്റെ ഉത്തരം, അവർക്ക് താല്പര്യമില്ലാത്തതിന് ഉത്തരം സംശുദ്ധമായ ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാതെ വന്നു പോയതുകൊണ്ട്. തലവേദന മാറ്റാൻ തലവെട്ടി മുറിച്ച് മാറ്റുന്നത് പോലെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കുഴപ്പങ്ങളുടെ പേരിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമേ വേണ്ട എന്ന് പറയുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ
ഇന്നും കേരളത്തിലെ രാഷ്ട്രീയം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് നന്മ നിറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. അത് കറപ്ഷൻ്റെ കാര്യത്തിലായാൽ പോലും തങ്ങളെ ഒരുപാട് സ്ഥലത്ത് ചോദ്യം ചെയ്തിട്ടില്ല. കമ്പാരിസൺ ഇല്ല നമ്മുടെ രാഷ്ട്രീയത്തിൽ. അതിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നന്നാക്കിയെടുത്ത് ഒരുപാട് നല്ല നേതാക്കന്മാരെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നതിനോട്, യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയം ഇല്ലെന്ന് ആര് പറഞ്ഞു? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി സ്ഥാപിച്ചതാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്തകന്മാരും ലീഡേഴ്സും വന്നിരിക്കുന്നത് JNU എന്നല്ലേ? അല്ലേ? യെസ്. അവിടുത്തെ വൈസ് ചാൻസലർമാർക്ക് എവിടെയെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നോ? ഇന്ന് വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുന്ന ആരാ? ഇന്നത്തെ വൈസ് ചാൻസലർമാർ ആകണമെങ്കിൽ അവർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്യാമ്പസ് രാഷ്ട്രീയമല്ല പ്രശ്നം. ക്യാമ്പസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വിദ്യാർത്ഥികളല്ല ശ്രമിക്കുന്നത്, ഭരണാധികാരികൾ ശ്രമിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ അവർക്ക് സൗകര്യം എന്താണ്? സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ഇല്ലാതിരിക്കുക, ക്യാമ്പസിൽ മറ്റൊരു ശബ്ദം ഉണ്ടാവാതിരിക്കുക. എത്ര നല്ല സ്റ്റുഡൻസ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റ് തന്നെ സ്റ്റുഡൻറ്റ് മൂവ്മെൻ്റ് ആയിരുന്നില്ലേ? രാഷ്ട്രീയമല്ലേ? അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നിരോധിക്കുന്ന ഒരു കാര്യത്തോടും എനിക്ക് യോജിപ്പില്ല. അതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്താം, അതിന് നമുക്ക് ഗൈഡ് ലൈൻ കൊടുക്കാം, അതിനെ നല്ല വഴിയിലൂടെ കൊണ്ടുപോകാൻ നമുക്കെല്ലാം കൂട്ടായി പരിശ്രമിക്കാം. അല്ലാതെ അത് ഇല്ലാതാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, അടുത്ത ചോദ്യം. പൊതുവെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകളിൽ നിന്നൊക്കെ പോയപ്പോൾ, ഇപ്പോൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ്, വർഗീയ ശക്തികൾ വിവിധ ഫോർമാറ്റുകളിൽ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്ന കാഴ്ച കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഇതിൻ്റെ ഒരു കുഴപ്പം ഈ ജൻസി തലമുറയ്ക്കടക്കമുള്ള ജൻസി തലമുറയ്ക്കും അതിന് മുമ്പുള്ള തലമുറയ്ക്കും അവരുടെ ടേസ്റ്റുകൾക്കനുസൃതമായ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റോ പൊളിറ്റിക്കൽ ഐഡിയോളജിയോ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കോൺഗ്രസ് ഇത്തരമൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ പുതിയ തലമുറയുടെ ആശയാഭിലാഷങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഏതു തരം പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഭാവിയിലെ തലമുറയ്ക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാനുള്ളത്? അതുപോലെ തന്നെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് അധികാരമില്ലാത്ത രാഷ്ട്രീയം എന്നുള്ളതാണ്. അപ്പോൾ കേവലം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ലാത്ത, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള മനുഷ്യന് സേവനം ചെയ്യലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വവും പങ്കും എന്ന് പറയുന്നത് പോലെ ഏതൊക്കെ മേഖലകളിലേക്കാണ് നമുക്ക് ഈ അപ്പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ പൊളിറ്റിക്കലാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയുക എന്നാണ് അങ്ങ് ചിന്തിക്കുന്നത്? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വിദ്യാർത്ഥി ലോകത്തിൻ്റെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ജൻസി പോപ്പുലേഷൻ അടക്കമുള്ള തലമുറയുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി ക്യാരി ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. എവിടെയാണ് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാകുന്നത്? ഒന്ന്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജൈൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്ന് നമ്മുടെ സർക്കാരുകൾ ചിന്തിക്കാറുണ്ടോ? SSLCയും +2 കഴിഞ്ഞാൽ ആ +2ഉം SSLCയും കഴിയുന്ന കുട്ടികളുടെ യാത്ര എങ്ങോട്ടേക്കാണ്? അവരിൽ എത്ര പേർ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ട്? എത്ര പേർ യാത്ര പൂർത്തിയാക്കുന്നുണ്ട്? എത്ര പേർ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ 100% വിജയിപ്പിച്ച് വിട്ടു SSLCയിൽ, അതെൻ്റെ ക്രെഡിറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റാണ്. +2വിൽ 100% വിജയിച്ചു വിട്ടു, അവരുടെ ക്രെഡിറ്റാണ്. ഈ +2വിലും SSLCയിലും 100% വിജയിച്ചവരിൽ എത്ര പേർ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ട് എന്ന് നോക്കാൻ അവരെ ഒന്ന് ഫോളോ ചെയ്യണ്ടേ? ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം കുറേ ഇപ്പം നവീനങ്ങളായ കുറേ കോഴ്സുകളുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ചിത്രം എടുത്ത് നോക്കി. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേഷന് പോലും, MSc മാത്തമാറ്റിക്സിന് പോലും പണ്ടൊരു സീറ്റ് കോളേജിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്
PG നല്ല കോളേജിൽ ഏറ്റവും അറിയപ്പെടുന്ന കോളേജിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്കറിയാവുന്ന 3-4 കോളേജിൽ ഇത്രയും പറയാം, പകുതി സീറ്റുകൾ കാലിയാണ്. 30 സീറ്റിൽ 15 സീറ്റ് കാലിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ? ആ സംഭവിക്കുന്നതിനെക്കുറിച്ച് എവിടെയാണ് ഇവാലുവേഷൻ ഉള്ളത്? ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പം പറഞ്ഞു ജെൻസി, ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, രാവിലെ ഞാൻ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ, ഇൻഫാമിൻ്റെ മീറ്റിങ്ങിൽ, അവിടുത്തെ ചർച്ച എന്താ വെച്ചാൽ മലയോര പ്രദേശങ്ങളൊന്നും കുട്ടികളാരുമില്ല, വീട് അടച്ചിട്ടിരിക്കുക പല വീടുകളും, എല്ലാവരും വിദേശത്താണ്, എല്ലാവരും അല്ലെങ്കിൽ പിന്നെ ജോലി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളോട് ഞാൻ ചിലപ്പോൾ ചില കുട്ടികളോട്, എന്ത് മോനെ, എന്താ മക്കളെ ഇവിടെ നിൽക്കാതെ പോകാൻ ആഗ്രഹം? അവരോട് ഇവിടെ ജോലിയില്ല, ജോലി ഉണ്ടെങ്കിൽ തന്നെ ശമ്പളമുള്ള ജോലിയില്ല. MTech കഴിഞ്ഞാലും കിട്ടുന്ന 20,000 രൂപ, 15,000 രൂപ, അവർക്കെങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന വിഷയത്തെ അധിഷ്ഠിതമാക്കിയോ അല്ലയോ, അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഏത് കോഴ്സുകളാണ് നമ്മൾ പ്രദാനം ചെയ്യുന്നത്? അതിന് പറ്റുന്ന രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഏത് സ്കില്ലാണ് നമ്മൾ അവനെ കമ്പൈൻ ചെയ്യിപ്പിക്കുന്നത്? ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാട് വളരെ ക്ലിയറാണ്. ഇന്ത്യയിലെ, നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ വളരെ ഫലപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ഇപ്പോൾ കേരളത്തിലെ ജോലിയാണ് ഏറ്റവും വലിയ പ്രശ്നം, തൊഴിലില്ലായ്മയാണ്. നമ്മുടെ പിന്നെ സർവീസ് സെക്ടർ എന്ന് പറയുന്ന ടൂറിസം, ഹെൽത്ത്, അതുപോലെ എഡ്യൂക്കേഷൻ, ഈ 3 പ്രധാനപ്പെട്ട സർവീസ് സെക്ടറുകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ഒന്ന് കേരളമാണ്. എഡ്യൂക്കേഷൻ ഹബ്ബാവാൻ പറ്റിയ സ്റ്റേറ്റിന്, ഹെൽത്ത് ഹബ്ബാവാൻ പറ്റിയ സ്റ്റേറ്റിന്, ടൂറിസത്തിൻ്റെ പറുദീസയാകാൻ പറ്റിയ സ്റ്റേറ്റിന്. ഇത് 3 എംപ്ലോയ്മെൻറ്റ് ജനറേഷന് പറ്റുന്നതാണ്. നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഈ കുട്ടികളെയെല്ലാം, ടാലൻ്റായ കുട്ടികളെയെല്ലാം ടൂറിസത്തിൻ്റെ അംബാസഡർമാരാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും, അതോടൊപ്പം നാട് വളരും, എക്കോണമി വർദ്ധിക്കും. അപ്പോൾ ഇതിന് കൃത്യമായ കാഴ്ചപ്പാടുകൾ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. കൃത്യമായിട്ടും നവീന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി മനസ്സിലാക്കി സ്റ്റേറ്റിൻ്റെ പോളിസി മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ, പുതിയ തലമുറയെ നയിക്കാൻ തക്കവണ്ണമുള്ള ക്ലിയർ കട്ട് പോളിസി നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ബന്ധപ്പെടുത്തി. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഒക്കെ തന്നെ മനസ്സിലാക്കി അവരെ തന്നെ ഉപയോഗിച്ചെടുത്തുകൊണ്ട് ഫലപ്രദമായി ഇതിനെ സംയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ഒരു പങ്ക് വഹിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, ഇനിയും ശ്രീ KC വേണുഗോപാലിനോട് നേരിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോൾ കോൺഗ്രസിനെ എപ്പോഴും വിമർശന ബുദ്ധിയെ മാത്രം കാണുന്നു എന്ന് പറയുന്നത്, പക്ഷേ അത് പറയുമ്പോഴും കോൺഗ്രസിലേക്ക് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെന്ന് അറിഞ്ഞിട്ടും അധികാരം അകന്ന് നിൽക്കുമ്പോഴും പല പ്രൊഫഷണൽസും, വളരെ പ്രമുഖരായ വ്യക്തികളും അവരുടെ പ്രൊഫഷൻ ഉപേക്ഷിച്ചിട്ട് അവർ ചില നിലപാടുകൾ എടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന വ്യക്തികൾക്കപ്പുറത്തേക്ക് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ പ്ലാറ്റ്ഫോമായിട്ട് പ്രതിപക്ഷ നിരയെ കെട്ടിപ്പടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. പലപ്പോഴും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു പാർട്ടി എടുക്കുക, മറ്റൊരു പാർട്ടി മാറുക, ഒരു പാർട്ടി പോകുമ്പോൾ മറ്റൊരു പാർട്ടി പിടിക്കുക, അങ്ങനെ ഒരു മുന്നണിക്കുന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോമായിട്ട് രാജ്യത്തെ പ്രതിപക്ഷത്തെ കൊണ്ടുപോകാനുള്ള കോൺഗ്രസിൻ്റെ വിഷൻ എന്താണ്? അല്ല, തീർച്ചയായിട്ടും അത് ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വരവായിരിക്കും. ഞങ്ങൾക്കിപ്പം പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ. എല്ലാ പ്രൊഫഷണൽ മേഖലയിൽപ്പെട്ടവർക്കും നല്ല പെർഫോം ചെയ്യത്തക്കവണ്ണമുള്ള അവസരം കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം. അത് മറിച്ച് MP MLA യും അതുപോലെ മന്ത്രിയൊന്നും ആവലല്ല, അവരുടെ കഴിവുകളെ വികസിപ്പിക്കത്തക്കവണ്ണമുള്ള, അവർക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യപ്പെട്ടക്കവണ്ണമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം. അതിലുള്ളവർ MPമാരാണ്. ഇപ്പോൾ ശശികാന്ത് സെന്തിൽ ഇങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ IAS രാജിവെച്ച് ഇറങ്ങി വന്നതാണ്. ആദ്യം കുറേ കാലം ഒന്നുമില്ലായിരുന്നു. അദ്ദേഹം ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റ് അംഗമാണ്. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ നാഷണൽ വാർ റൂം ഡീൽ ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അതുപോലെ താഴെത്തട്ടിലുള്ള പ്രവർത്തിക്കുന്നവരായാലും പ്രൊഫഷണലായി വരുന്നവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ കേവലം ഒരു രാഷ്ട്രീയമായിട്ടുള്ള സ്ഥാനം കൊടുത്തിട്ട് കൊണ്ടുവന്നത് കാര്യമില്ല. സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ വിളിച്ച് അടുത്ത പാർട്ടിയിലോട്ട് പോകും. അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന ഒരു ഐഡിയോളജിയും പ്രോഗ്രാമും പദ്ധതിയും ഉണ്ടാകുമ്പോഴാണ് അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുക, നമ്മൾ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുക. ആ പ്ലാറ്റ്ഫോമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങളുടെ കണ്ടിന്യൂസ് പരിശ്രമം അതുതന്നെയാണ്. ടാലൻറ്റഡായ ആളുകളെ കൊണ്ടുവരാനും അവരുടെ കൂടി ഇൻപുട്ട് എടുത്തുകൊണ്ട് ഞങ്ങളുടെ പോളിസി ചേഞ്ച് വരുത്തിക്കാനുമുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ശുഭാപ്തി വിശ്വാസം ആദ്യം പറഞ്ഞ പോലെ ഉള്ളത്. ഞങ്ങൾ ഇതിനെ വി ഷാൾ ഓവർകം.
ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ കൂടി. ഇപ്പോൾ പലപ്പോഴും മുതിർന്ന നേതാക്കളെ കുറിച്ച് വിമർശിക്കാനാണ് യുവ നേതാക്കൾ ഒരു ത്വര കാട്ടുന്നത്. അതായത് കോൺഗ്രസിനെ കുറിച്ച് കളിയാക്കി പറയും ഞണ്ടുകളുടെ രാഷ്ട്രീയമാണെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ മുതിർന്ന നേതാക്കൾ പലരും അനുഭവിച്ചിട്ടുള്ള ഒരു സാക്രിഫൈസ് വലുതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് പ്രാദേശികമായി വളർന്ന് ചിലപ്പോൾ കുറേ കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്നൊക്കെ ആയിരിക്കും അവരൊരു പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അഥവാ രാഷ്ട്രീയത്തിൽ വന്നാൽ പോലും വരുന്നവരെ. ഇപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ തലമുറയിൽ നിൽക്കുന്നവരാണെന്നുള്ളത് എനിക്ക് എന്ത് തോന്നുന്നു? അല്ല, അതൊരു എല്ലാ നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതൊരു വിമർശന ബുദ്ധിയ ആ നിരീക്ഷണത്തെ പടെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എൻ്റെ തലമുറ ഫ്രീഡം ഫൈറ്റിൽ പങ്കെടുത്ത തലമുറയല്ല. എനിക്ക് മുമ്പുള്ള തലമുറയാണ് ഫ്രീഡം ഫൈറ്റ്. അവർ നടത്തിയില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അവർ നടത്തിയ ത്യാഗത്തിൻ്റെ ഫലമല്ലേ നമ്മളിന്ന് അനുഭവിക്കുന്നു. ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ, എനിക്കത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്കൊന്നും പ്രതീക്ഷയില്ലായിരുന്നു ഭരണത്തിൽ വരുമെന്നോ, MP ആവുമെന്നോ, MLA ആവുമെന്നോ, പഞ്ചായത്ത്. അവർ നേരെ ജയിലിലേക്ക് പോകാൻ വേണ്ടി പോരാട്ടം നടത്തി. ഇപ്പം ഞങ്ങളുടെ തലമുറയെല്ലാം വന്ന്, പിന്നെ അതിന് മുമ്പുള്ള തലമുറയിൽ ഞങ്ങളുടെ തലമുറയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു തഴയത്തട്ടിൽ പ്രവർത്തിച്ച് വന്ന് മുന്നോട്ട്. ഇപ്പം ഞാനൊക്കെ 13ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത് എൻ്റെ രാഷ്ട്രീയം. 8ാം ക്ലാസ് മാതമംഗലം ഗവൺമെൻറ് സ്കൂളിലെ 8ാം ക്ലാസ് 8 സിയിലെ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അവിടെ ക്ലിയർ പൊളിറ്റിക്സാണ് KSU. സ്ഥാനാർത്ഥിയാവുന്ന മാത്രമല്ല അടിയും കിട്ടും, നല്ലോണം പുറത്തുനിന്ന് വന്ന് അയാളടിക്കും. അങ്ങനെ തുടങ്ങിയിട്ടാണ് പിന്നെ ക്രമേണ താലൂക്ക്, ജില്ല, സ്റ്റേറ്റ്, പിന്നെ അങ്ങനെ വന്ന് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ. ഇത് തന്നെ ആവണം നിർബന്ധം പറയാൻ പറ്റില്ല. ഇത് തന്നെ ആകുമ്പോൾ നമുക്ക് ഒരേ രീതിയിലുള്ള ആളുകളെ കിട്ടുള്ളൂ. നമുക്ക് എല്ലാ രീതിയിലുള്ള ആളുകളും വേണം, ഇൻസ്റ്റൻ്റായ ആളുകളും വേണം. പക്ഷേ എല്ലാവരും വരുന്നവരെല്ലാം ഇൻസ്റ്റൻ്റായി പൊസിഷൻ വേണം എന്ന് പറഞ്ഞാൽ അതും സാധ്യമല്ല. അപ്പോൾ അതിന് കുറച്ച് ക്ഷമ വേണം, പേഷ്യൻസ് വേണം. ഇതൊരു കംപ്ലീറ്റ് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പം രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം ഞാൻ നേരത്തെ പറഞ്ഞ പണം സമ്പാദിക്കാനോ അധികാരം കിട്ടാനുള്ള ഒരു വഴി അല്ല. ഇതൊരു മിഷനായിട്ട് അവർ കാണണം. ഇറ്റ്സ് എ മിഷൻ. അത് സൊസൈറ്റിയിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനായിട്ട് അവർ കാണണം. ഓട്ടോമാറ്റിക്കലായി ആ മിഷൻ നടത്തുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ സ്ഥാനങ്ങളെല്ലാം നമ്മളെ കയ്യിലേക്ക് വരും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻ്റായിട്ട് ഒരു മിഷനായിട്ട് ഇതിനെ ഏറ്റെടുക്കുന്നവർ വേണം. ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ വരണം. നമുക്കറിയാം ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്കറിയാം, ഫ്രാൻസ് പ്രസിഡന്റിനെക്കുറിച്ച് അറിയാം, എന്തിന് ഏറ്റവും ഒടുവിൽ ഇപ്പം ന്യൂയോർക്ക് മേയറായിരുന്ന ആളെക്കുറിച്ച് അറിയാം. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവർ വന്ന് രാഷ്ട്രീയം കീഴടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ ഒരു അനുഭവം പറയാം PG. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ ഞാൻ കണ്ട ഇത് എവിടെയൊക്കെ നല്ല കൊച്ചു പയ്യന്മാരും സഹോദരിമാരും നിന്നിട്ടുണ്ട്, ചെറിയ പ്രായത്തിലുള്ള. അവരെല്ലാം ജയിക്കില്ല എന്ന് കരുതിയ സീറ്റുകളിൽ പോലും ജയിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾക്കറിയാം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതി. ജയിക്കാൻ പറ്റാത്ത പല സീറ്റുകളിലും കുട്ടികൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സ്വീകരിക്കാൻ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അത് ഞങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. നിയമസഭാ ഇലക്ഷൻ അതൊരു പാഠമായിരിക്കും തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തന്നെ ഞങ്ങൾക്കൊരു പാഠമായിരുന്നു. 96 സീറ്റ് മത്സരിച്ച് എത്ര % യുവാക്കളും ഒരു 40 വയസ്സിൽ താഴെയുള്ള എത്ര പേര് കാണും? ഞാൻ അങ്ങനെ കൃത്യമായ കണക്കുകൾ ഇപ്പം പറയാൻ പറ്റില്ല. ഞങ്ങളെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് ഒരു വിഷൻ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് വിജയസാധ്യത കൂടി കണക്കിലെടുത്താണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു 50% ആളുകളെങ്കിലും 50 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും. അതൊരു വലിയ സംഖ്യയാണ്, ചെറിയ സംഖ്യയല്ല. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിപരമായ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം അവിടുത്തെ ഒരു സംവാദം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ ക്രൂ സഞ്ചരിച്ച വാഹനം ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരുന്നു. 36 സ്റ്റിച്ചും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ആ ഇലക്ഷൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം MP ആയി കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സിൽ ചാണക്യതന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിൽ അഗ്രഗണ്യനായ ഒരു നേതാവായിരുന്നു MI ഷാനവാസ്. MI ഷാനവാസ് ഒരിക്കൽ വ്യക്തിപരമായ ഒരു സൗഹൃദ സംഭാഷണത്തിൽ എന്നോട് പറയുന്നത്, ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃനിരയിലുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരുപാട് നേതാക്കളുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകം, ഇന്ന് അദ്ദേഹം നമുക്കൊപ്പം ഇല്ലെങ്കിലും ഞാൻ പറയാണ്. അപ്പോൾ എന്നോട് മോനെ എന്നാണ് സ്നേഹിതൻ, മോനെ നോക്കൂ, ഇനി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് നമ്മളാരും പ്രതീക്ഷിക്കാത്ത നിലയിൽ ഉയർന്നു വരാൻ കേരളത്തിൽ നിന്നുള്ള സാധ്യതയുള്ള ഒരു നേതാവേ ഉള്ളൂ, അത് ശ്രീ KC വേണുഗോപാലാണ്. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അത് അത്ര വലിയ ഗൗരവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്നും അത് ഓർക്കാറുണ്ട്. കാരണം MI ഷാനവാസ് വളരെ ചാണക്യതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന അഗ്രഗണ്യനാണെന്നറിയാം. നേരിയ വോട്ട് വ്യത്യാസത്തിൽ 3 ഇലക്ഷനൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹം വയനാട് MP ആയിരുന്നു, അദ്ദേഹം വിട്ടു. അപ്പോൾ ഇന്ന് KC വേണുഗോപാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ K കരുണാകരന് ശേഷം കോൺഗ്രസിനെ സ്ട്രാറ്റജൈസ് ചെയ്യുന്നതിൽ ഏറ്റവും നിർണായകമായ റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.
എപ്പോഴും വിമർശന ബുദ്ധിയുള്ള ചോദ്യങ്ങൾ മാത്രം വരുന്നു എന്ന് പറയുമ്പോഴും എളുപ്പമല്ല പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. ഒരു കാര്യം, ഒരു വാചകം പറഞ്ഞ് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എതിർക്കുക, തോൽപ്പിക്കുക, അധികാരം പിടിക്കുക, അധികാരം തുടരുക, അങ്ങനെ അധികാരം കൊണ്ട് കീഴ്പ്പെടുത്തുകയും അതുവഴി നിയന്ത്രിക്കുകയും ചെയ്യുന്നതല്ല ജനാധിപത്യത്തിൻ്റെ അന്തസത്ത. ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. അതിന് അധികാരം ആവശ്യമാണോ അനാവശ്യമാണോ അധികപ്പറ്റാണോ എന്നുള്ളത് ജനങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ്. എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ ക്രമത്തിന് ഏറ്റവും അനിവാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റലാണ്, അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം നേടൽ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ പൂർത്തിയാക്കുന്നു. വളരെ നന്ദി ശ്രീ കെ സി വേണുഗോപാൽ. വളരെ നന്ദി. താങ്ക് യു.